വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. നമ്മൾ അതിലേക്ക് പോകുന്നു. ഭീകരാക്രമണ സാധ്യതയെ തുടർന്ന് ദില്ലിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. പരിശോധനകൾ കർശനമാക്കുകയാണ് ഇപ്പോൾ ദില്ലി പോലീസ്. IED ഉപയോഗിച്ചുള്ള സ്ഫോടനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയും പരിശോധനയുമൊക്കെ നടക്കുന്നത്. നഗരത്തിലെ തന്ത്രപ്രധാന മേഖലകളും തിരക്കേറിയ വിപണികളും കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വൈഎസ് അഭിനന്ദുണ്ട് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ. അഭിനന്ദ, അപ്പോൾ എന്താണ് ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്? പോലീസ് ജാഗ്രതാ നിർദ്ദേശം പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? സുരക്ഷാ പരിശോധന നടക്കുന്നുണ്ടോ അഭിനന്ദ് ഇപ്പോൾ? ഹലോ, ശരി അഭിനന്ദ പറഞ്ഞോളൂ, കേൾക്കാം. ഇപ്പോൾ എന്താണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്? പോലീസ് നടത്തുന്ന പരിശോധനകൾ എങ്ങനെയാണ്? ശിഹാസ്, അല്പസമയം മുമ്പാണ് ഇപ്പോൾ ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്നും പരിശോധനകൾ കർശനമാക്കണമെന്ന് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്കൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. IED സ്ഫോടനങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്നാണ് ഇന്റലിജൻസ് വിവരം. ദില്ലി എന്ന് പറഞ്ഞത് രാജ്യ തലസ്ഥാനമാണ്. സ്വാഭാവികമായിട്ട് തന്ത്രപ്രധാന മേഖലകൾ ധാരാളമുള്ള സ്ഥലത്ത് ഇപ്പോൾ ശക്തമായ സുരക്ഷാ വലയത്തിൽ തന്നെയാണുള്ളത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ ഇരട്ട സ്ഫോടനം നടന്നിരുന്നു, അതിർത്തിയിലും സ്ഫോടനങ്ങൾ നടന്നിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്റലിജൻസ് കാരണം ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് 1 വർഷം പിന്നിട്ടു. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1 വർഷം ഇന്നലെ പിന്നിട്ടു. സ്വാഭാവികമായിട്ടും തിരിച്ചടി അത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രത്തിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായേക്കാം എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്താകമാനം വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദില്ലി നഗരത്തിന്റെ പല ഭാഗങ്ങൾ സഞ്ചരിക്കുമ്പോഴും സുരക്ഷാ വലയത്തിൽ തന്നെയാണുള്ളത്. വാഹനങ്ങൾ കടത്തിവിടുന്നതിനകത്ത് നിയന്ത്രണങ്ങളുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഇന്ന് രാത്രിയിലും നാളെ കണ്ട് ഉച്ചയ്ക്ക് 12:30 വരെയും ജാഗ്രത അത് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഷിഹാസ്, ശരി, വൈഎസ് അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഭീകരാക്രമണ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദില്ലിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് ദില്ലി പോലീസ്.